അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേസ്മാർട്ട് എന്ന് പറയുന്ന ആപ്പിൽ കയറി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം അവിടെ കാണിക്കുന്നതാണ്. എന്നിട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വീണ്ടും ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്ത് നൽകണം. ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെറ്റ് OTP എന്ന് പറയുന്ന വീണ്ടും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നതാണ്. ആ ഒരു ഗെറ്റ് OTP എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും OTP വന്നിട്ടുണ്ടാകും. ആ OTP വീണ്ടും നിങ്ങൾ മൊബൈലിൽ നോക്കിയിട്ട് എൻ്റർ ചെയ്ത് നിന്നിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സക്സസ്ഫുള്ളി OTP സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കേസ്മാർട്ട് എന്ന് പറയുന്നതിനകത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ലോഗിൻ ആയിട്ടുണ്ട്. ഓണർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയുന്ന ഒരു ഇത് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കവിടെ ബിൽഡിംഗ് സർവീസസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം, അതിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർവീസുകളും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഓണർഷിപ്പ് ചേഞ്ചസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇൻറ്റിമേഷൻ ഫ്രം വൺ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് സെർച്ച് സെക്ഷനിൽ നിന്നും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ്, നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം ലോക്കൽ ബോഡി നെയിം അതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കുക. ലോക്കൽ ബോഡി നെയിം നിങ്ങളുടേത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോണൽ ഓഫീസ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ വാർഡ് ഇയർ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം വാർഡ് നമ്പർ സെലക്ട് ചെയ്യണം. നിങ്ങളുടെ വാർഡ് നമ്പർ ഏതാണ്, ബിൽഡിംഗ് നൽകുന്ന ആ ഒരു വാർഡ് നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാർഡ് നമ്പർ സെലക്ട് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബിൽഡിങ്ങായിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് വ്യൂ ബിൽഡിംഗ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ഇവിടെ താഴത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിസ്റ്റിംഗ് ഓണർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുന്നതാണ്. ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഓണർ ആരാണ്, നിലവിലുള്ള ഓണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസുകളായിരിക്കും നമുക്കിവിടെ ഉണ്ടാവുക. അത് നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാൻ സാധിക്കുന്നത് ബിൽഡിംഗ് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ്. ആ ബിൽഡിംഗ് അഡ്രസ്സ് ഡീറ്റെയിൽസുകൾ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. ബിൽഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റാസുകളും നമ്മൾ ഇവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് ഓരോ ഡാറ്റാസും എൻ്റർ ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നൽകിയിരിക്കുന്ന ഡാറ്റ മലയാളത്തിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ നൽകണം. അതെല്ലാം നൽകി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബിൽഡിംഗ് ഡീറ്റെയിൽസുകൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓണർ ഡീറ്റെയിൽസ്, ന്യൂ ഓണർ ആരാണ് ഈ ലാൻഡിന് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്യാനുള്ള സെക്ഷനാണ്. ഇവിടെ ഓണർ നെയിം എൻ്റർ ചെയ്യുക. അതുപോലെ അവരുടെ പുതിയ ഓണറുടെ കെയർ ഓഫ് നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൺട്രി നെയിം സെലക്ട് ചെയ്ത് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. പുതിയ ഓണറുടെ രേഖകളാണ് അല്ലെങ്കിൽ പുതിയ ഓണറുടെ ഡീറ്റെയിൽസുകളാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ലോക്കൽ ബോഡി ടൈപ്പും എൻ്റർ ചെയ്ത് നൽകണം ഇവിടെ. അങ്ങനെ പുതിയ ഓണറുടെ ലോക്കൽ ബോഡി ടൈപ്പ് ഏതാ വരുന്നത് എൻ്റർ ചെയ്ത് ലോക്കൽ ബോഡി നെയിമും എൻ്റർ ചെയ്ത് നൽകി കഴിഞ്ഞതിന് ശേഷം സോണൽ ഓഫീസ് സെലക്ട് ചെയ്യുക. സോണൽ ഓഫീസും എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വാർഡ് നെയിം നൽകാനുണ്ടാകും. നിങ്ങളുടെ വാർഡ് നെയിം ഈ സെലക്ഷൻ ബോക്സിൽ നിന്നും നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ വാർഡ് നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഡോർ നമ്പർ അല്ലെങ്കിൽ സബ് നമ്പർ എന്നുള്ള നിങ്ങളുടെ ഡോർ നമ്പർ ആയിരിക്കും നൽകാനായിട്ടുണ്ടാവുക. ആ ഡീറ്റെയിൽസ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് നൽകണം. ആയിട്ട് നമുക്കിവിടെ മെയിൻ പ്ലേസ്, പോസ്റ്റ് ഓഫീസ് ഡീറ്റെയിൽസുകൾ എല്ലാം എൻ്റർ ചെയ്ത് നൽകണം. അതിനുശേഷം നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് നിങ്ങൾക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പോസ്റ്റ് ഓഫീസ് നിങ്ങൾക്ക് ഇതേ സെലക്ഷൻ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇമെയിൽ നൽകാം. ഇമെയിൽ മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് അത് നൽകേണ്ടതില്ല. പിന്നെ നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ ആധാർ നമ്പറാണ്. പുതിയ ഓണറുടെ ആധാർ നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുതിയ ഓണറുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. പുതിയ ഓണറുടെ ആധാർ നമ്പർ നൽകി കഴിഞ്ഞതിന് ശേഷം പുതിയ ഓണറുടെ മൊബൈൽ നമ്പർ അതിവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകി കഴിഞ്ഞതിന് ശേഷം
നിങ്ങൾക്ക് ഇവിടെ താഴത്ത് കാണുന്ന സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ആ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് സേവ് ചെയ്യുക. പുതിയ ഓണർ ഡീറ്റെയിൽസുകൾ ഇവിടെ സേവ് ചെയ്യുക. പുതിയ ഓണർ ഡീറ്റെയിൽസുകളും നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് ഇതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസുകൾ, ന്യൂ ഓണർ ഡീറ്റെയിൽസുകളിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആക്ഷൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിലീറ്റ് ആണെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം ഓക്കെ ആണ് ഡീറ്റെയിൽസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ഡീറ്റെയിൽസുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇവിടെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുകൾ, അതായത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ആണ്. ഈ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് നിങ്ങളുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ലാൻഡിന് അടിച്ചിരിക്കുന്ന ആ ഒരു റെസിപ്റ്റിലെ ഡീറ്റെയിൽസുകളാണ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ആ ഒരു ലാൻഡ് ടാക്സ് റെസിപ്റ്റിന് ഒരു ഡോക്യുമെൻ്റ് നമ്പർ ഉണ്ടാകും. ആ ഒരു ഡോക്യുമെൻ്റ് നമ്പറാണ് ഇവിടെ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളിവിടെ ആ ലാൻഡിൻ്റെ ഡോക്യുമെൻ്റ് നമ്പർ എൻ്റർ ചെയ്ത് നൽകണം. ഡോക്യുമെൻ്റ് നമ്പറും അതുപോലെ തന്നെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഡേറ്റ് ഉണ്ടാകും. ആ ഡോക്യുമെൻറ്റിൻ്റെ ഡേറ്റ് എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ പൊസഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻ്റ് നമ്പർ, അതുപോലെ ഡോക്യുമെൻ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ആ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളിവിടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പൊസഷൻ സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാകുന്നത് ഡീഡ് എഗ്രിമെൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീഡ് എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഡീഡ് എഗ്രിമെൻ്റ് നിങ്ങൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസുകൾ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. ഡീഡ് അഗ്രിമെൻറ്റ് ഡീറ്റെയിൽസുകളെല്ലാം എൻ്റർ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് ആവശ്യമായുള്ള ഡീറ്റെയിൽസുകളെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് പോകാൻ സാധിക്കുന്നത് പ്രിവ്യൂ എന്ന് പറയുന്ന സെക്ഷനിലേക്കായിരിക്കും. ആ പ്രിവ്യൂ സെക്ഷനിൽ നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് ഒന്നുകൂടെ വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ പ്രിവ്യൂ സെക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഡീക്ലറേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിരിക്കും. ആ ഡീക്ലറേഷൻ സെക്ഷനിലേക്ക് പോയിട്ട് ആ ഡീക്ലറേഷൻ സ്റ്റെപ്പുകളെല്ലാം ക്ലിയർ ചെയ്യുക, ടിക്ക് മാർക്ക് ചെയ്ത് ഡിക്ലറേഷൻ നൽകിയിരിക്കുന്ന വിവരങ്ങളെല്ലാം ഓക്കെയാണ് നൽകി കഴിഞ്ഞതിന് ശേഷം OTP സെക്ഷനിലേക്ക് പോകും. OTP വെരിഫിക്കേഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് അതിലേക്കൊരു OTP വന്നിട്ടുണ്ടാകും. ആ OTP നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഓണർ നെയിമും ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കായിരിക്കും OTP വന്നിട്ടുണ്ടാവുക. OTP നിങ്ങളവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് നമ്പറും അതുപോലെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസുകളും എല്ലാം നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ നിങ്ങൾക്കിവിടെ ഫയൽ ട്രാക്കിംഗ് വെച്ചിട്ട് ഫയൽ ട്രാക്ക് ചെയ്തിട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഡാറ്റാസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്സ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.